Hello everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ I am talking to you our beautiful Airbnb stay at North Wales. സോ നമ്മൾ നോർത്ത് വെയിൽസിൽ പോയപ്പോൾ അവിടെ നമ്മളൊരു Airbnb ബുക്ക് ചെയ്തു. ഗ്ലാൻഗോ കൺട്രി ഹോളിഡേ പാർക്ക് എന്ന് പറയുന്ന ഒരു Airbnb സ്റ്റേ മാത്രം ഉള്ളൊരു സ്ഥലം. അവിടെയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകളും ആ ഒരു Airbnbയിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ നിങ്ങളെ കാണിക്കാം. കെനാവൻ എന്ന് പറയുന്ന പ്ലേസിലായിരുന്നു നമുക്ക് Airbnb ബുക്ക് ചെയ്തത്. ആൻഡ് ദിസ് പ്ലേസ് വാസ് നോൺ ആസ് ദ ഹാർട്ട് ഓഫ് ദ നോർത്ത് വെയിൽസ്, അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ലോങ് ടണലും കുറേ ബ്യൂട്ടിഫുൾ മൗണ്ടെയ്ൻസും ഗ്രീൻ ലാൻഡ്സും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ. സോ ആരെങ്കിലും നോർത്ത് വെയിൽസ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു Airbnb പെർഫെക്റ്റ് പ്ലേസ് ആണ്. നമുക്ക് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും ഒരു 25 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ആ ഒരു ഡിഫറൻസിൽ നമുക്ക് കുറേ ഏരിയ കവർ ചെയ്യാം. അങ്ങനെ അത് നമ്മൾ കുന്നും മലയും ഒക്കെ കടന്ന് നമ്മുടെ Airbnb സ്റ്റേയുടെ മുമ്പിലെത്തി. ഇതാണ് ഗ്ലാൻഗോൺ Airbnb സ്റ്റേ. ഇവിടെ നമുക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പോൾ ചാലറ്റ്സ്, ലോഡ്ജ്, ക്യാരവാൻസ് അങ്ങനെ കുറേ സ്റ്റേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് ചാലറ്റ്സ് ആണ്, 148 നമ്പർ ചാലറ്റ്സ്. ഇതാണ് നമ്മുടെ Airbnb. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ട് ആ സ്ഥലം തന്നെ സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നമുക്കൊരു ഭയങ്കര ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ്, പുറത്തുനിന്ന് ഒരാൾക്ക് കയറാൻ പറ്റില്ല. ബട്ട് നമുക്ക് ഫുൾ ടൈം ആക്സസ് ഉള്ളൊരു സ്ഥലമാണ്. ആൻഡ് നല്ലൊരു സ്ഥലമായിരുന്നു. 148 hours. സോ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡ് എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ ഒരു ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ബങ്കർ ഉണ്ട്. അതിനകത്ത് കുറച്ച് എസെൻഷ്യൽ സാധനങ്ങളൊക്കെ ആയിട്ട്. Airbnb ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർ മെസ്സേജ് അയക്കും, ഇവിടുത്തെ പാസ്വേഡും അതുപോലെ തന്നെ കീ എവിടെയായിരിക്കുന്നത് അത് അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് അയക്കും. കീ എടുക്കാനുള്ള പാസ്വേഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പാസ്വേഡ് അടിച്ചിട്ടായിരുന്നു നമ്മൾ കീ എടുത്തത്. അപ്പോൾ അതേ നമ്മൾ കീ ഒക്കെ എടുത്ത് നമ്മൾ നമ്മുടെ Airbnb സ്റ്റേ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓ മൈ ഗുഡ്നസ്, the shoes and everything. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഹോളും കിച്ചണും കൂടിയിട്ട് ഒരു കമ്പൈൻ ചെയ്തിട്ടൊരു സ്പേസാണ്. ആൻഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. ഹാളിൽ നിന്ന് നേരെ നമുക്ക് ഒരു ബെഡ്റൂമാണ്. പിന്നെ അതൊരു ബിഗ് ഡബിൾ കോട്ട് ബെഡുള്ള ഒരു ബെഡ്റൂമാണ്. അതിനകത്ത് കുറേ എസെൻഷ്യൽ കാര്യങ്ങളൊക്കെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയൺ ബോക്സും അയൺ ടേബിളും അതുപോലെ തന്നെ ഹീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ക്ലോത്ത് സ്റ്റാൻഡ്, പിന്നെ കുറച്ച് ഷെൽഫിനകത്ത് ഹെയർ ഡ്രയേഴ്സ്, അങ്ങനെ നമുക്ക് വേണ്ട എസെൻഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഷെൽഫ്സ് നമ്മുടേതായ ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ബാത്റൂം ഷവർ റൂം. പിന്നെ ഒരു കിഡ്സ് റൂം ആയിരുന്നു, 2 ബെഡ് വരുന്ന കിഡ്സ് റൂം. പിന്നെ അവിടെ കിഡ്സിന് വേണ്ടി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മിറർ, പിന്നെ അവിടെ നിന്നുള്ള വ്യൂസ്. ഇതൊരു ബാക്ക് സൈഡ് വ്യൂ ആണ്, പക്ഷേ ബാക്ക് സൈഡിലും കുറേ ഇതുപോലത്തെ Airbnb സ്റ്റേസ് ഉണ്ടായിരുന്നു. ഇത് കിഡ്സിന് വേണ്ടിയിട്ട് ഉള്ള ഷെൽഫും ഡ്രോയും അതുപോലെ തന്നെ കുറച്ച് ക്ലോത്ത് ഹാങ്ങേഴ്സ്, പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള തിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഹാളിലേക്ക് വരുമ്പോൾ ഒരു മാനുവൽ ഉണ്ട്. അവിടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെ കാണാൻ പറ്റും, ആ ഒരു സ്ഥലത്തിനോടനുബന്ധിച്ച് എന്തൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് മെന്യു, പിന്നെ നമ്മുടെ ബോയിലറും അതൊക്കെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ്. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇതൊരു ഇലക്ട്രിസിറ്റി അതിൻ്റെ ഒരു യൂണിറ്റാണ്. നമുക്ക് കറണ്ട് റീചാർജ് ചെയ്യാൻ, അങ്ങനെ റീചാർജബിൾ ആണ് ഇവിടെ. പിന്നെ കിച്ചണിൽ നമുക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബേബിയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവനും വേണ്ട കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രെഡ് ഡ്രോയർ, അതുപോലെ തന്നെ സോൾട്ട്, ടീ ബാഗ്, കോഫി, ഷുഗർ, കെറ്റിൽസ്, ടിഷ്യൂ പേപ്പർ, മൈക്രോവേവ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫ്രീസർ ഉണ്ടായിരുന്നു, നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും കീപ്പ് ചെയ്യാൻ. കട്ട്ലറീസ് ആണെങ്കിലും കട്ടിംഗ് ബോർഡ്, നൈഫ് തൊട്ട് എല്ലാ സാധനവും അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാനോ ഒന്നും വേണ്ടി വന്നില്ല. ആൻഡ് നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാ സാധനവും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് പറയാതിരിക്കാൻ പറ്റില്ല, ഇവിടുത്തെ ഹോസ്റ്റ് പുള്ളിക്കാരത്തി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ബട്ട് ഷീ മെസ്സേജ്ഡ് മീ ഓൾ ദ തിങ്സ്. ലൈക്ക് നമുക്കവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇന്ന സ്ഥലങ്ങളുണ്ട്, ഇന്ന സ്ഥലത്ത് പോയി നമുക്ക് ഇതൊക്കെ ചെയ്യാം. അങ്ങനെ പുള്ളിക്കാരത്തി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു കേട്ടോ.
ഭയങ്കര സ്വീറ്റ് പേഴ്സൺ ആയിരുന്നു. അവർക്ക് ആകെ കൂടെ അവരൊരു കണ്ടീഷൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടന്നായിരുന്നു. അത് മാത്രമാണ് അവരൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഇതൊക്കെ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. അതുപോലെ തന്നെ കുറേ ഐറ്റംസ്, നമുക്ക് ക്ലീനിങ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ആ കൗച്ച് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ ഇരുന്നിട്ടുള്ള വ്യൂ വാസ് സോ നൈസ് ആൻഡ് ആ എയർബിഎൻബി വാസ് പെർഫെക്റ്റ് ആയിരുന്നു. കാറ് പാർക്ക് ചെയ്യാനൊക്കെ നമ്മുടെ എയർബിഎൻബി സ്റ്റേയുടെ ഫ്രണ്ടിൽ തന്നെ പ്ലേസ് ഉണ്ട്. പിന്നെ ഒരു TV യൂണിറ്റ്, ഹീറ്ററിൻ്റെ സെക്ഷൻ, പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഫോൾഡബിൾ ആണ്, നമുക്ക് കഴിയുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനത്തെ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു, ചെയേഴ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 120 acres ഓഫ് ലാൻഡിലാണ് ഈ ഒരു എയർബിഎൻബി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റി നടന്ന് കാണാൻ കുറേ ഉണ്ട്. ഒരു റിവർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഫിഷിംഗ് ലേക്ക് ഉണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂൾ, ഹീറ്റഡ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പൂൾ ബാറ്, കൺവീനിയൻസ് സ്റ്റോറ്, ഷോപ്പ്, കഫേ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ബ്യൂട്ടി സലൂൺ, അങ്ങനെ എല്ലാ സാധനവും ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്, ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പ് പോലെ. ബട്ട് ഇവിടെ ഇരുന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നതുണ്ടല്ലോ, ഇറ്റ്സ് അമേസിങ്. ഈ ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ ഓൺലി ഫോർ എയർബിഎൻബി സ്റ്റേ എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് റിട്ടയർമെൻറ്റ് ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് വന്ന് അവർക്കൊരു പ്ലേസ് വാങ്ങിച്ച് അവിടെ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട്, റെസിഡൻസും ഉണ്ട്. ആൻഡ് ഒട്ടുമിക്ക റെസിഡൻസും ആണെങ്കിലും ഓൾഡ് ഏജ്ഡ് ആൾക്കാരാണ്. മേ ബി അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കണം. കാരണം നമ്മൾ 1-2 പേരെ കണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നവരാണ്. ആൻഡ് ദേ ആർ സോ ഗുഡ്, നല്ല നൈസ് പീപ്പിളായിരുന്നു. ഈ ഒരു എയർബിഎൻബി സ്റ്റേ എന്ന് പറയുന്നത് സ്നോഡോണിയ നാഷണൽ പാർക്കിനടുത്താണ്, അയേരി നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ലാൻഡ്ബറീസ് ലേക്ക് റെയിൽവേ, മൗണ്ടെയിൻ റെയിൽവേ, ഇതിനൊക്കെ അടുത്താണ്. ഇതൊക്കെ ഒരു 10 minutes ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലേസിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. അപ്പം നമ്മൾ കരുതി ഇത്രയും 120 acres കിടക്കുന്ന ഈ ഒരു ലാൻഡ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഒരു ഈവനിങ് ടൈം ആയപ്പോഴാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. സോ നമ്മളിങ്ങനെ നടന്ന് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നേച്ചറായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചെറിയ ചെറിയ അരുവികൾ, അതുപോലെ തന്നെ കുഞ്ഞ് വാട്ടർഫോൾസ് പോലത്തെ സ്ഥലങ്ങൾ, അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു അവിടെ. ആക്ച്വലി ഞാൻ എയർബിഎൻബി നോക്കിയ സമയത്ത് ഇറ്റ് വാസ് എല്ലാം നല്ല കോസ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ നമുക്ക് എടുക്കണോ എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. അവസാനം ഇതെടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ബട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒട്ടും ഇങ്ങനത്തെ ഒരു എയർബിഎൻബി സ്റ്റേ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഇത്രയും വലിയൊരു സ്ഥലത്താണിതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ കൺസിഡർ ചെയ്തത് ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ഇത്ര സ്ഥലങ്ങൾ കാണാം, ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ, അത് മാത്രമാണ് ഞാൻ കണക്കിലെടുത്തത്. എൻ്റെ അമ്മേ, ഈ ഒരു സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആൻഡ് ഈ ഒരു ലേക്കിന് ചുറ്റും സ്റ്റേസ് ആണ്, എയർബിഎൻബി സ്റ്റേസ് ആണ്. പിന്നെ കുറേ ആൾക്കാർ റിട്ടയർഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, അവർ വാങ്ങിച്ച് താമസിക്കുന്ന സ്ഥലം. I don't think so. Maybe yeah. Sorry guys, we don't have anything. ഇവരൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അറ്റത്തിൽ നിന്ന് നമ്മളെ കണ്ടത് അവരെല്ലാവരും കൂടെ പാഞ്ഞ് ഡൈവ് ചെയ്തൊക്കെയാണ് വന്നത് കേട്ടോ. Somebody is coming. എൻ്റെ അമ്മ അത് പറഞ്ഞു തന്നു കണ്ടോ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. That was awesome. Thank you. അത് നല്ല സ്ഥലം ഗൈസ്. You see that? Sorry guys. Oh my god, this is so good. Okay, let's go. നല്ല രസമുണ്ട് കേട്ടോ. ലേക്ക് സൈഡിൻ്റെ അടുത്ത് കുറേ ഹൗസസ് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിനും ബുക്ക് ആയി നമുക്ക് അവിടെ ബുക്കിംഗ് കിട്ടിയില്ല. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു.
It's perfect evening, guys. Adu, do you like this Airbnb? You like it? You like it? Say something. കുഞ്ഞങ്ങോട്ട് നോക്കൂ കുഞ്ഞ. ഹായ് ഗൈസ് എന്ന് പറ. Hi guys. This map. മാപ്പ്. And there's all your buckets. So in the right bits. ഓക്കെ. So right bits. Buckets. ഗൈസ് നമ്മൾ താമസിക്കുന്ന അടുത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സോ വി ആർ ഗോയിങ് ടു ചെക്ക് ദാറ്റ് സ്വിമ്മിംഗ് പൂൾ. ഇത് റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. ഈവനിങ് ടൈം ഇപ്പോൾ ഭയങ്കര തണുപ്പും കാറ്റുമായി. അപ്പോൾ നമ്മൾ വേഗം പോയി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലം കാണാൻ വെച്ചു. ഇവിടെ ഒരു ചെറിയ കഫേ, പബ്ബ്, റെസ്റ്റോറൻറ്റ്, സ്വിമ്മിംഗ് പൂളുള്ള സ്ഥലത്തേക്ക് നടക്കുന്ന വഴിക്കാണ് കേട്ടോ. സോ ഹീറ്റഡ് സ്വിമ്മിംഗ് പൂൾ ആയതുകൊണ്ട് നമ്മൾ കരുതി ഇറങ്ങാനൊക്കെ. ബട്ട് അവിടെ അണ്ടർ 3, അണ്ടർ 4 അവർ കുട്ടികളെ ഇറക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന് 3 അല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ അവൻ ഇറങ്ങാൻ പറ്റാത്തടത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. സോ വി സ്കിപ്പ് ദാറ്റ് തിങ്. ആൻഡ് ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി. അവിടെ അവന് കളിക്കാമല്ലോ. സമ്മർ ടൈമാണെന്ന് ഒട്ടും ഫീൽ ചെയ്തില്ല. നല്ല തണുപ്പും കാറ്റൊക്കെ ആയിട്ടൊരു പ്ലേസ് ആയിരുന്നു നോർത്ത് വെയിൽസ് കേട്ടോ. മോർണിംഗ് തൊട്ടൊരു ഉച്ച വരെയൊക്കെ നല്ല വെയിലും അപ്പോഴും തണുപ്പ് തന്നെയായിരുന്നു. പിന്നെ ചെറിയ മഴ, നല്ല കാറ്റ്, നല്ല തണുപ്പ്, നല്ല കാറ്റ്. ഉച്ചയ്ക്ക് നല്ല ചൂട്, അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ഈവനിങ് ഇപ്പോൾ സമയം ഈവനിങ് അല്ല, നൈറ്റ് 9 ആയില്ലേ? ആ, പബ്ബുണ്ട്, വേണമെങ്കിൽ പോവാം. ബട്ട് നോട്ട് ദിസ് ടൈം. ഹിസ്റ്ററി അല്ലേ? ഇത് നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു മഴ തുടങ്ങി. റെയിൻ സ്റ്റാർട്ട്. തേരാപാര നടക്കുന്നു ഗൈസ്. കുഞ്ഞ, നീ എവിടേക്കാ പോണേ? ഒന്നും പോണില്ലേ? ചെറിയ മഴയുണ്ട്, ചെറിയ ചാറ്റൽ മഴ. ഐ തിങ്ക് 9:15 ആകുമ്പോൾ നല്ല മഴ പെയ്യുന്ന പറഞ്ഞേ. സോ വി ജസ്റ്റ് വാക്കിംഗ് അറൗണ്ട് ഹിയർ. അങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട്. അങ്ങോട്ടേക്ക് വീടുകളാണ് ഫുൾ. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ നല്ലൊരു വീട് കാണിച്ചപ്പോൾ വീട് ഇസ് നൈസ്. മഴ കാണാനുണ്ടോ? ഇന്നത്തെ ദിവസം നമ്മൾ ട്രാവൽ ചെയ്തു, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു വെയിൽസിലെ. വാട്ട് ആർ യു ഡൂയിങ്? അല്ലെങ്കിൽ റെയിൻ കൂടുമ്പോ ഇറങ്ങിയടിക്കാൻ പറ്റുമോ? ഐ ഡോണ്ട് നോ. ഇരിക്കുന്ന സ്ഥലമൊക്കെ അവർ പെയിൻറ് ചെയ്തായിരുന്നു. നമുക്ക് അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വന്നപ്പോൾ ഭയങ്കര കാറ്റും പിന്നെ മഴ പെയ്യുന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ട് വീണ്ടും വന്നു അത് സൈഡും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ എയർബിഎൻബി കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് സോ നൈസ്. കാട്ടിലും മേട്ടിലൊക്കെ റോസപ്പൂ ഉണ്ടാവും. നിറയെ റോസപ്പൂ ഉണ്ടാവും. വാ നമുക്ക് പോവാം. പോകാൻ പാടില്ല, നിങ്ങൾക്ക് വാക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെയൊക്കെ എയർബിഎൻബി ഉണ്ട് ഗൈസ്. ഇതെന്താ സംഭവം? ഇത് എയർബിഎൻബി അല്ല, സംതിങ് ഐ ഡോണ്ട് നോ. Look at this rosa guys. So beautiful. കുറേ പൂക്കൾ. അത് റോസാപ്പൂവാണ് കേട്ടോ. കാട്ടിലൊക്കെ റോസാപ്പൂ ഉണ്ട്. This is the റോസാപ്പൂ. മിണ്ടാണ്ട് പോയാൽ മതി. ഓ മൈ ഗാഡ്, നമ്മളെ കണ്ടോണ്ട് they are all coming. നല്ല രസമല്ലേ? പറന്ന് വരുന്നു. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഫാൻസൊക്കെ നമ്മളെ കാണുമ്പോൾ തന്നെ they were coming, ലൈക്ക് പറന്ന് നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ ചുമ്മാ ഈ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് വിസിറ്റ് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാമെന്ന് കരുതി.
നിറയെ വീടുകളുണ്ട് കേട്ടോ. മേലെയൊക്കെ വീടുകളാണ്. വീടല്ല, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റേസ്. ദാറ്റ് ഈസ് റിയലി നൈസ്. മിക്ക ആൾക്കാരും എനിക്ക് തോന്നണ ലേക്ക് സൈഡിൻ്റെ ഇവിടെ ആയിരിക്കും ബുക്ക് ചെയ്യുക. ആ സ്വാൻ ഇവിടെ എത്തി ഗൈസ്, നമ്മുടെ അടുത്തേക്ക് വന്നു ഗൈസ്. കമ്മിങ് അപ്പാ. അവര് നമ്മളെ ഫോളോ ചെയ്ത് നമ്മുടെ പിന്നാലെ വരിക. ഓക്കെ, നമുക്കിവിടെ സിറ്റ് ചെയ്താലോ? സിറ്റ് ചെയ്യാൻ പാടുമോ? നിങ്ങളിത് ഇവിടെ വന്നപ്പോൾ അവരിങ്ങോട്ട് വന്നു ഗൈസ്. അവരിങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. സോ ബ്യൂട്ടിഫുൾ. ഓ എന്തൊരു തണുപ്പാണ്. ഇവർക്ക് തണുക്കണമെന്നില്ലേ? ഓ ഒരു കണ്ടൽക്കാട് പോലെ സ്ഥലം. ഫുൾ വാട്ടർ. അതിതേ തിരിച്ചു പോന്നു. നമ്മുടെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ. നീ പോകുന്നില്ലേ? രാത്രിയായി മക്കളെ, പോയി ഉറങ്ങു മക്കളെ. ഇവിടെയൊക്കെ Airbnb ഉണ്ട്, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല സ്ഥലം ഗൈസ്. worth it. Airbnb. You got the big one? Yeah. Papa. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലൊക്കെ എത്തി. ഒന്ന് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവന് കളിക്കാൻ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കാനൊക്കെ വേണ്ടിയിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതെങ്ങനെയാ കളിക്കണ്ടേന്ന് ഓൺലൈൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അറിയില്ല അതെങ്ങനെയാ കളിക്കാന്ന്. Monopoly, Swags, Sands. ഇവിടെ Airbnb-യിൽ കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അങ്ങനെ അത് രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയിലെ മഴയും കാറ്റും കാരണം നമ്മളൊരു പൂച്ചെടിയുടെ താഴെയായിരുന്നു കാറ് പാർക്ക് ചെയ്തത്. ആ പൂക്കൾ മുഴുവൻ കാറിൻ്റെ മേലെയാണ്. സോ അത്രയേ ഉള്ളൂ. നമ്മുടെ Airbnb-യും അവിടുത്തെ സ്റ്റേയും അവിടുത്തെ ഒരു നേച്ചറൊക്കെ നിങ്ങളെ കാണിക്കാൻ തോന്നി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.